AD 1500-കളിൽ സാമൂതിരി പോർച്ചുഗൽ രാജാവായ മാനുവലിന് ഒരു വിചിത്ര ജീവിയെ സമ്മാനിക്കുകയാണ്. വിചിത്ര ജീവി എന്ന് പറയാൻ കാരണം യൂറോപ്പിലാരും കാണാത്തൊരു ജീവിയാണ്. ഈ ജീവിയെ കപ്പൽ മാർഗം നമ്മുടെ സാമൂതിരി കോഴിക്കോട്ട് നിന്ന് പോർച്ചുഗലിലേക്ക് അയക്കുകയാണ്. ഈ ജീവി ഒരു ആനയാണ് ബേസിക്കലി. അപ്പോൾ ആനയുടെ കൂടെ ഒരു ആനക്കാരനും പോകുന്നുണ്ട്. എന്തിനാണ് ഈ മാനുവൽ രാജാവിന് ഈ ആന? മാനുവൽ രാജാവിന് പോപ്പിനെ പ്രീതിപ്പെടുത്തണം, റോമിലുള്ള പോപ്പിന്. അപ്പോൾ പോപ്പിന് കാഴ്ചവെക്കാനാണ് ആന. അപ്പോൾ നമ്മുടെ സാമൂതിരിയുടെ അവിടുന്ന് തുടങ്ങി പോപ്പിൻ്റെ അതുവരെയുള്ള ആനയുടെ ഒരു യാത്രയാണ് GR ഇന്ദുഗോപൻ്റെ ഏറ്റവും പുതിയ പുസ്തകമായിട്ടുള്ള ആനോ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നത്. വേറെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതിൽ വരുന്ന കഥാപാത്രങ്ങളാണ്, പ്രത്യേകിച്ചും യൂറോപ്യൻ കഥാപാത്രങ്ങൾ. അതായത് പ്രശസ്ത ചിത്രകാരന്മാരായിട്ടുള്ള റഫേല്, മൈക്കൽ ആഞ്ചലോ, ഡാവിഞ്ചി, മെഗല്ലൻ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അമെരിഗോ വെസ്പൂച്ചി, ഇങ്ങനെ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ കേട്ട് പഠിച്ചിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിൽ വന്ന് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു കംപ്ലീറ്റ് ഫിക്ഷൻ ബുക്കാണെന്നാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇന്ദുഗോപൻ ഏകദേശം 8 വർഷത്തോളം റിസർച്ച് നടത്തിയിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതിൽ ഈ പറയുന്ന എല്ലാ കഥാപാത്രങ്ങളും ആ കാലയളവിൽ അവിടെ ജീവിച്ചിരുന്നവരാണ്. ഇവർ പോസിബിളി സംസാരിച്ചിരുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററിയും ഫിക്ഷനും കൂടി വളരെ ഡിഫറൻ്റായി ബ്ലെൻഡ് ചെയ്ത് റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു നോവലാണ് ആനോ. അപ്പോൾ നിങ്ങൾക്കൊരു ഹിസ്റ്റോറിക്കൽ ത്രില്ലർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഒരു ഡിഫറെൻറ്റ് റീഡ് വേണമെന്നുണ്ടെങ്കിൽ ആനോ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. മാത്രമല്ല ഈ പുസ്തകത്തിന് ഇടയ്ക്കിടയ്ക്ക് വരുന്ന താളുകളിൽ ഇതിനുള്ള പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കപ്പൽ പോകുമ്പോൾ ഒരു സ്ഥലത്ത് എത്തി എന്ന് പറയുമ്പോൾ ആ കപ്പൽ അന്ന് അവിടെ എത്തിയതിൻ്റെ ഒരു സ്തൂപോ, അല്ലെങ്കിൽ മൈക്കൽ ആഞ്ചലോ ഇന്ന കാര്യം പറഞ്ഞു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ പറഞ്ഞതിനെ പറ്റിയുള്ള ഒരു ചിത്രമോ, ഇങ്ങനെ പ്രൂഫ് വെച്ചിട്ടാണ് ഇന്ദുഗോപൻ എഴുതുന്നത്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഈ കഴിഞ്ഞ ഒരു 10-20 കൊല്ലത്തിനകത്ത് ഇത്ര റിസർച്ച് എടുത്ത് ഹിസ്റ്റോറിക്കലി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു നോവൽ എഴുതിയിട്ടില്ല. ഹിസ്റ്റോറിയൻസ് ഉണ്ടാവാം, ഇപ്പോൾ മനു എസ് പിള്ളയുടെ പോലത്തെ കാര്യങ്ങളുണ്ടാവാം, അദ്ദേഹമൊക്കെ ഗ്രേറ്റ് റിസർച്ചറാണ്. പക്ഷേ ഇതൊരു നോവലായിട്ട് നമ്മൾ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു 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 ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് അത് ഇന്ദുഗോപന് മാത്രമേ പറ്റിയിട്ടുള്ളൂ. ഇനി വായിക്കാൻ ഇതൊന്നും പോരാന്നുണ്ടെങ്കിൽ 2024 കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും മികച്ച നോവലിനുള്ള അവാർഡ് കിട്ടിയതും ഈ ആനോ എന്ന് പറയുന്ന പുസ്തകത്തിനാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.